കുറേ കാലം വെയിറ്റ് ചെയ്തിരുന്ന കല്യാണമാണ് കേട്ടോ അത്. വേറെ ആരതുമല്ല, എൻ്റെ അമ്മയുടെ അനിയൻ്റെ കല്യാണമാണ്. സോ ഞാൻ ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിന്ന്. ഇന്നിതാ ഇപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. ഈവൻ ദോ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് പോലും കണ്ടിട്ടില്ല, അത് സ്റ്റിച്ച് ചെയ്ത് പോലും തീർന്നിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് ജ്വല്ലറി ഒക്കെ ഒന്ന് പോയി വാങ്ങിയിട്ട് വേണം. ജ്വല്ലറി മീൻസ് കമ്മൽ കേട്ടോ. അങ്ങനെ ഈ വാച്ചും കൂടെ നേരെയാക്കാൻ വേണ്ടി കൊടുക്കണേ. അപ്പം ഞാനും എൻ്റെ കസിനും കൂടെ, എൻ്റെ കസിനല്ല അമ്മയുടെ കസിനാണേ, അമ്മയുടെ കസിനും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ പെരിന്തൽമണ്ണ പോവാണ്. കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങാടിപ്പുറം ബ്ലോക്ക് ആയത് കാരണം നമുക്ക് അങ്ങനെ പെരിന്തൽമണ്ണ പോകാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ 20 മിനിറ്റിൽ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ 2 മണിക്കൂർ എടുത്താലും എത്തിക്കൊള്ളണം നിർബന്ധമില്ല. സോ നമ്മൾ വേറെ വഴി കറങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എത്തി. അങ്ങനെ നമ്മളിതാ ജാംജൂമ് മോളിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് വർക്ക് കോളേജിൽ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി ബില്ല് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ ഫാമിലി പോയിട്ട് ഒരു കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒട്ടും സെലക്ഷൻ ഇല്ലായിരുന്നു കമ്മൽ. പിന്നെ പെരിന്തൽമണ്ണുള്ള ഫാഷൻ ബീറ്റ്സിൽ വന്നിട്ട് നോക്കിയിട്ടാണ് എനിക്കൊരു നല്ലൊരു ഇങ്ങനൊരു ഡ്രോപ്പിങ്സ് തന്നെയല്ലേ ഇതിന് പറയാം, അങ്ങനത്തെ ഒരു കമ്മൽ വാങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി പോയി. അതിനുശേഷം വീട്ടിലെത്തിയപ്പോൾ അമ്മ എല്ലാവരെയും പിടിച്ചിരുത്തി. എന്താപ്പോൾ ഡീടാൻ പാക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വേണ്ടെന്നല്ലേ കാണാൻ അറിയാം, എന്നെ തട്ടിക്കൊണ്ട് വേണം കുട്ടികളെ. ഈ ഡീടാൻ പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ ഡീടാൻ പാക്കും കുറച്ച് റോസ് വാട്ടറും കൂടെ പിന്നെ ഷുഗർ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുക. ഇവിടെ എല്ലാവരും ഇതിട്ടിരിക്കുകയാണ്. ഈവൻ ദോ ഞാൻ അടക്കം. അതിനുശേഷം നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. റീലെടുത്താലോ, ഏതെടുക്കാം, പിന്നെ ഒരു സോങ്ങൊക്കെ കിട്ടി. പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിരുന്ന് ഓരോരുത്തരായി 20 മിനിറ്റ് കഴിഞ്ഞത് കഴുകി കളയണേ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ 20 മിനിറ്റ് ആയപ്പോൾ അങ്ങനെ കഴുകി ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഡീടാൻ്റെ കഥയൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി വൈകിട്ടായപ്പോഴത്തേനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാനിരുന്നു. കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ മിസ് ചെയ്തു കേട്ടോ. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ റെഡിയാക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് മെഹന്തി ഇട്ടു കേട്ടോ. ചിന്നേച്ചിയാണ് കേട്ടോക്ക് മെഹന്തി ഇട്ടായിരുന്നു. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എനിക്ക് എൻ്റെ കോസ്റ്റ്യൂമിന് അത്രയും ഹെവി ആയിട്ടുള്ളൊരു മെഹന്തി രസം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കസിനും കൂടെ രാത്രി പെരിന്തൽമണ്ണയ്ക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ റിസപ്ഷൻ ആയിട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിരിക്കുകയാണ്. ഹെയറും കൂടെ സെറ്റ് ചെയ്യണം. ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഇനി നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ബാക്കി എല്ലാവരും ഓഡിറ്റോറിയത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി വരാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങാടിപ്പുറം നല്ല ബ്ലോക്കാണ് കേട്ടോ. അപ്പം കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് വണ്ടി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ചങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ കിട്ടി എത്തിയപ്പോഴത്തേനും കുറച്ചൊന്ന് ലേറ്റായി. അങ്ങനെ എത്തിയപ്പോൾ എല്ലാവരും വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഉച്ചയ്ക്കൊന്നും മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലോ. എന്നാണ് കേട്ടോ മൂപ്പര് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് കോളേജിലേക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന്. അങ്ങനെ എനിക്ക് ഈ വെൽക്കം ഡ്രിങ്കൊക്കെ അവിടെ പോയി എടുക്കാൻ ഭയങ്കര മടിയാണ്. കാരണം കുറേ ആൾക്കാർ ആ ഒരു സാധനമൊക്കെ എനിക്ക് ചെറുതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുട്ടിച്ചനാണ് എനിക്കൊക്കെ എടുത്ത് അവിടെ നിന്ന് കൊടുന്ന് തന്നെ. എന്നിട്ട് അതൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, മുകളിലേക്ക് വാ, ക്യാമറയിൽ ഫോട്ടോ എടുക്കുക, വേഗം വായോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ മുകളിലേക്ക് ചെന്ന് കേട്ടോ, ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് ചെന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഈ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണ്ടേ. എനിക്കിങ്ങനെ അറ്റൻഷൻ കിട്ടുമ്പോഴേക്ക് എന്തോ പോലെയാണ്. എനിക്ക് ആകെ മടിയൊക്കെ വേണ്ട. പിന്നെ നമ്മൾ ഫോട്ടോയിലൊന്നും കാണിക്കാൻ പാടില്ലല്ലോ, അതാണ് മുഖത്തൊന്നും ഇല്ലാണ്ടിരുന്നത്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിറങ്ങി.
പിന്നെ ഇനി ഫാമിലി ഫോട്ടോ എടുക്കുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ സ്റ്റേജിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ. ഞാൻ അധികം എൻ്റെ ഫ്രണ്ട്സിന്, അധികം നല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ആരെയും അങ്ങനെ കല്യാണത്തിനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കിച്ചുവിൻ്റെ കസിനാണ്, കസിനല്ല റിലേറ്റീവാണ്. എനിക്ക് ഈ കസിനും റിലേറ്റീവും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആയിപ്പോവും. അപ്പോൾ കിച്ചുവിൻ്റെ റിലേറ്റീവാണ് കേട്ടോ. അപ്പോൾ കിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചുവിനോടൊക്കെ കുറേ സംസാരിച്ചു. പിന്നെ ഇതിൻ്റെ അമ്മമ്മയുടെ ഫാമിലിയാണേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അവിടെ നിന്ന് ഒക്കെ കൊണ്ടുവരണം. അപ്പോൾ ഒരാളെ കൊണ്ടുമ്പോഴേക്ക് അടുത്ത ആൾ പോകും, അയാളെ വിളിച്ചതിനേക്ക് വേറെ ആൾ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കേട്ടോ. നല്ലൊരു ഫോട്ടോ ആയിരുന്നേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഫോട്ടോ. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ബിരിയാണി ആയിരുന്നു. എനിക്ക് ബിരിയാണി തീരെ ഇഷ്ടമല്ല. ഞാൻ ആകെ കഴിക്കുന്ന രണ്ട് ബിരിയാണി ഉള്ളൂ. ഒന്ന് അമ്മയുടെ ബിരിയാണിയും പിന്നെ പെരിന്തൽമണ്ണ ഒരു ബീഫ് ബിരിയാണി കിട്ടും, അതും മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കുറേ ആൾക്കാരൊക്കെ പോയി തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ മാത്രമായി. ബൈ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്, പക്ഷേ കല്യാണം ഉള്ള ചെക്കനെയും പെണ്ണിനെയും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചില്ല. അത് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്നത് കേട്ടോ. ഇത് മേമേൻ്റെ കുട്ടിയാണ്, മേമേൻ്റെ ഇളയ സന്താനമാണ്. ഒരു പാട്ടും ഒരു സ്റ്റേജും കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഫുൾ പവറാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയില്ല. കുറേ നേരം ആ സ്റ്റേജിൽ കിടന്ന് എന്തൊക്കെയോ കാട്ടുമായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് ആൾ, ഒരു പാട്ട് ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഞാൻ എൻ്റെ അമ്മേനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾ ഭയങ്കര ക്യാമറ ഷൈ ആണ്, ഇന്നെപ്പോലെ ഒന്നുമല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അമ്മേനെ ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിച്ചു കേട്ടോ. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാതൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ചെക്കനെയും പെണ്ണിനെയൊക്കെ മാറ്റിയിരുന്ന് നമ്മുടെ ഫോട്ടോ സെക്ഷൻ പോലെയായിരുന്നു കേട്ടോ അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഫാമിലി ഫോട്ടോ എടുക്കുക. നമ്മളെ ഫുൾ ഫാമിലി ഉണ്ട്. ഫുൾ ഫാമിലി ഇല്ല, എൻ്റെ മാമനും മാമൻ്റെ വൈഫും ഇല്ല കേട്ടോ അതിൽ. അങ്ങനെ നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കുകയാണ്. ഈ ആമീനെ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നുണ്ടായിരുന്നു, സൈഡിൽ കാണാമല്ലോ, നടക്കുന്നുണ്ടായിരുന്നില്ല, കരയണു, കുത്തി പറയണു, എന്തൊക്കെയോ ചെയ്യണു കേട്ടോ. നല്ല രസമായിരുന്നു ഇത് ഫോട്ടോ എടുക്കുന്നത്. കാരണം ഒരാൾ ഇവിടെ റെഡി ആകുമ്പോൾ മറ്റേ അവിടെ കൊളാക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ കല്യാണത്തിൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കും.